88-ാം സങ്കീർത്തനമാണ് നാം ഇന്ന് പകൽ പാടുവാനിടയായത്. അതിൻ്റെ ഹെഡിങ്ങിൽ നാം ഇങ്ങനെ കാണുന്നു: ഒരു ഗീതം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. എല്ലാ സങ്കീർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ കോരഹപുത്രന്മാരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പറയുന്ന മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ്, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് സംയോജിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ആരാധനയുടെ സ്ഥലം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ ഒരു സമയത്ത് അവരുടെ പശ്ചാത്തലം വെച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നപ്പോൾ അവർ പറയാം, ഞങ്ങൾക്ക് വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ആ വാതിലിൻ്റെ അടുത്തെങ്കിലും വന്നു നിന്നാൽ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടല്ലേ അവിടെ വായിക്കുന്നത്, യഹോവയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ 1:1000. ആമൻ, സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം, ഒരു ദിവസം, ആമൻ, അത് അല്പം പോലും വൃഥാവാക്കാതെ, ആമൻ, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം കടന്നു വന്നാൽ നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ വഴിയെ തുറക്കുന്ന, നമ്മുടെ വഴിയെ വിശാലമാക്കുന്ന, ജീവിതത്തിൻ്റെ മേടുകളിലെ പ്രതിസന്ധികളെ പരിഹരിക്കുന്ന നല്ലൊരു ഇടയെ നമുക്കുള്ളതിനാൽ ആമൻ, കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ അനുഭവമുള്ള ദൈവഭക്തന്റെ സങ്കീർത്തനമാണ്. അപ്പൊ ഈ ദൈവഭക്തന്റെ അനുഭവം എന്താന്ന് നോക്കാം. ആമൻ, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുൻപിൽ വരുമാറാകട്ടെ. എന്റെ നിലവിളിക്ക് ചെവി ചായിക്കണമേ. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. നോക്കണമേ, എൻ്റെ 3-ാമത്തെ വാക്യം എഴുതിയിരിക്കുക, എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട്. സ്തോത്രം. എന്തൊരു അനുഭവം അല്ലേ. അവിടെ നിറവെന്തുവാ? കഷ്ടത. സ്തോത്രം. ഒരു സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണ്. കോരഹപുത്രന്മാർ പറയും, എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയവൻ. കഷ്ടതയുടെ അതിൻ്റെ അറ്റത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഓടും. കഷ്ടത കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമാണ് അല്ലേ? കഷ്ടത കാണുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ചഞ്ചലിപ്പ. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയും, അവൻ അതിൻ്റെ ആഴത്തിലേക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയവനും പാടാൻ വിടുതലിന്റെ സങ്കീർത്തനമുണ്ട്, പാടാൻ ദൈവത്തിന്റെ അനുഭവമുണ്ട്, പറയാൻ ദൈവത്തിന്റെ പ്രവർത്തികളുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് നാം കടന്നു വന്ന വൃഥാവല്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ കഷ്ടതയോർത്ത്, നമ്മുടെ വേദനയോർത്ത് പരിതപിക്കേണ്ട ആവശ്യമില്ല. ആ കഷ്ടതയുടെ ആഴങ്ങളിൽ ഇറങ്ങിയവന് പാടാനും ദൈവം അവസരമൊരുക്കും. ഹല്ലേലൂയ. അപ്പൊ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ രക്ഷയുടെ ദൈവമേ, തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു രാവും പകലും. അപ്പൊ രാവിലെയും വൈകിട്ടും, രാവും പകലും, പകലും രാവും, രാവും പകലും അല്ലേ? പ്രഭാതത്തിലും രാത്രിയിലും. ഈ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കറിയാം, ഞാൻ കാലത്തും ഉച്ചയ്ക്കും. അപ്പോൾ ഒരു സമയം നമ്മൾ മിസ്സായി അല്ലേ? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. ദാനിയേലിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിരുന്നു താൻ പതിവായി ചെയ്തു വരുന്ന പോലെ ദിവസം 3 പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്ലേ? നമ്മൾ ഈ 3 നേരം മുടങ്ങാതെ ചെയ്യുന്നത് എന്തുവാ? ഉത്തരം വന്നു കഴിഞ്ഞല്ലേ? നമുക്ക് 3 നേരമെങ്കിലും കഴിക്കണം. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ, 2-ാം വാക്യം. എന്റെ പ്രാർത്ഥന നിന്റെ മുൻപിൽ വരുമാറാകട്ടെ. എന്റെ നിലവിളിക്ക് ചെവി ചായിക്കണമേ. നോക്കണമേ, സങ്കീർത്തനക്കാരൻ പറയാം, എന്റെ പ്രാർത്ഥന നിന്റെ മുൻപിൽ വരുമാറാകട്ടെ. അപ്പൊ എത്തിയില്ല. 2 നേരം വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എപ്പോഴൊക്കെയാ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച? രാവും പകലും. എന്നിട്ട് അടുത്ത പ്രാർത്ഥന വിഷയം ദൈവത്തോട് പറയാ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ.
അതിന്റെ തൊട്ട് അടുത്ത വാക്യം, എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. എന്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ. ഈ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാതിരിക്കും. ആണോ? ഹലോ, നമ്മൾ എനിക്ക് എന്തോ ദൈവമേ മറുപടി കിട്ടാത്ത. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, രാവിലെ പകലും രാവും പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ വരുമാറാകട്ടെ. ഞാൻ ആത്മാവിൽ പറയാം, ഒരു വശം ചില പ്രാർത്ഥനകളുടെ മറുപടികൾ നമുക്ക് തടയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പ്ലാനുകളുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില മാസ്റ്റർ പ്ലാനുകളുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ദൈവമേ, ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ലയോ? ചിലതിന് ഉത്തരം ലഭിക്കുന്നില്ലയോ? ചിലതിൽ ഇന്നും നീറിപ്പുകയുന്നുവോ? ഷഗന രഗന ദിബന ഹദുരിയാന. ദൈവം മറുപടി തരാൻ വിശ്വസ്തനാ. ഇവിടെ പറയുക, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്നൊരു ശക്തി കൂടെ ഉണ്ട്. സംഗീതക്കാരൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, രാവും പകലും പ്രാർത്ഥിക്കുന്ന ആളാ. പക്ഷെ എന്നാലും താൻ അടച്ചു പ്രാർത്ഥിക്കുക, എൻ്റെ പ്രാർത്ഥന അവിടെ എത്തണം, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. അതിനെ തടയാൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അവൻ ഒരു ശക്തിയും അനുവദിക്കരുത്. ഇനി ഈ സങ്കീർത്തനക്കാരൻ്റെ അനുഭവം അല്ലെങ്കിൽ ജീവിതമെന്ന് നമുക്ക് പഠിക്കാം. വേഗത്തിൽ ആ ചിന്തകളിലേക്ക് ഞാൻ കടന്നു വരാൻ ശരണപ്പെടുകയും. 3-ാമത്തെ വാക്കിൽ നാം ഇങ്ങനെ വായിച്ചു, എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കഷ്ടത കൊണ്ട്, അല്ലേ? ഞാനങ്ങ് ചിന്തിച്ചു ആ ഒരു പദം. ജീവിതത്തിൽ വേറൊന്നുമില്ല, നിറവെന്തുവാ? കഷ്ടത. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമോ? അടുത്ത വാക്യം ഒന്ന് വായിച്ചോട്ടെ. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കഷ്ടത മാത്രമല്ല, ഇനി എന്തോ കാണുന്നേ? പാതാളം. അടുത്ത വാക്യം വായിച്ചോട്ടെ. കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എണ്ണ എണ്ണിയിരിക്കുന്നു. പുള്ളി കുഴിയിലിറങ്ങിയതല്ല, ആണോ? പുള്ളിയെ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെ? കുഴി വീണവൻ, അല്ലേ? ഈ സങ്കീർത്തനക്കാരെ എണ്ണുന്ന ഇങ്ങനെ, ഓ ഇവൻ രക്ഷപ്പെടത്തില്ല, അങ്ങനല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? കുഴിയിൽ വീണവൻ. അടുത്ത, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു. അയ്യോ, എന്തൊരവസ്ഥയാ! എന്തോ ഇല്ല, തുണയില്ലാത്ത. നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരം വരുന്നത് അതാ, അല്ലേ? ഒരു ഹെൽപ്പ്. ആരെ പ്രതീക്ഷിക്കാത്തൊരു ഹെൽപ്പ്, അല്ലേ? ഇവിടെ സംഗീതം പറഞ്ഞ തുണയില്ലാത്ത മനുഷ്യനെ. അടുത്ത, ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. പുള്ളി എവിടെ ഇട്ടേക്കുന്നേ? സെമിട്രിയിൽ, അല്ലേ മോനെ? സെമിത്തേരിയിൽ ഇട്ടേക്കുക. അതായത് ഈ സങ്കീർത്തനക്കാരൻ്റെ അവസ്ഥ, പുള്ളി മരിച്ചിട്ടില്ല. മരിച്ചോ? പക്ഷെ ഇടുന്ന എവിടാ? ഈ മരിച്ച ഹതന്മാരെ ഇടുന്നിടത്താ പുള്ളി ഇടുന്നത്. അങ്ങനെ എണ്ണി മരിച്ചവനായിട്ട് എണ്ണിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ഈ ചോദ്യം പ്രസക്തമാണ്. ആള് മരിച്ചു, അല്ലേ? പേരില്ല, പദവിയില്ല, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു, കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുക. പക്ഷെ ഒരു ചോദ്യം അകത്തുനിന്ന് വന്നു, മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? അത്ഭുതങ്ങൾ കാണിച്ച് കൊടുക്കുമോ? മരിച്ചവർ അത്ഭുതങ്ങളെ കാണുമോ? ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാണുന്നില്ല. അങ്ങനെ പറയുന്നൊരു സമൂഹമാണ്, അല്ലേ? പക്ഷെ ഞാനൊരു തെളിവിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാം. എസെക്കിയേൽ പ്രവചനം 37:12. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. നോക്കണമേ, പ്രവചിച്ചവരോട് പറയണം. ആരോടാ? എന്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ മരിച്ചവർ അത്ഭുതങ്ങൾ കാണുമോ? ഒന്ന് സ്വാതന്ത്ര്യം ചെയ്യാമോ? ശവക്കുഴിക്കകത്തിട്ട് ശവക്കുഴി അടച്ചു വെച്ചാലും
ആമേൻ. അതിനെ തുറന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം പറയാൻ നിനക്ക് യാത്ര കൂടെ തരും. അതല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് ഒന്ന് സ്വാതന്ത്ര്യം ചെയ്യാമോ? ഹല്ലേലൂയ. അവൻ ലോകം പറഞ്ഞു അവിടം കൊണ്ട് അവസാനിച്ചെന്ന്, അവിടം കൊണ്ട് തീർന്നെന്ന്, അവിടുന്ന് ഒരു മറുപടി ഇല്ലെന്ന്, മരിച്ചവന് ഇനി ഒരു അത്ഭുതവും കാണാൻ കഴിയത്തില്ലെന്ന് പലരും പറയുന്നെങ്കിൽ വചനം പറയുന്നു ആ ശവക്കുഴിയെ, ആ സാഹചര്യത്തെ തുറന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ ദേശത്തേക്ക്. അവൻ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങളിൽ ഞാനും നിങ്ങൾ കഷ്ടതയുടെ കയ്പ് നേരിടുകയാണെങ്കിൽ, ഹതന്മാരെ പോലെ ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, അവൻ സ്തോത്രം മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണുന്ന സാഹചര്യം കടന്നു വന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, അവിടം കൊണ്ട് തീർന്നില്ല, അവിടം കൊണ്ട് അവസാനിച്ചില്ല, അവിടം കൊണ്ട് എല്ലാം സ്റ്റോപ്പായി തീർന്നില്ല. വചനം പറയുന്നു ശവക്കുഴിയെ തുറക്കാൻ കഴിയും. നമുക്കത് കേൾക്കുമ്പോൾ ഒരു പ്രയാസമാണ് അല്ലേ? ഈ സെമിട്രി എന്ന് പറഞ്ഞ സെമിട്രിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടാലൻസ് ഉറങ്ങുന്നത് സെമിത്തേരിയിലാണ് അല്ലേ? എത്രയോ ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ അടക്കിയ സ്ഥലമാണ് സെമിട്രി. അവരുടെ എല്ലാം താലന്തുകൾ അവിടെ ഉറങ്ങുക, അവരിലുണ്ടായിരുന്ന താലന്തുകളെല്ലാം അവിടെ ഉറങ്ങുക. അങ്ങനെ ഒരു സ്ഥലമാണ് സെമിട്രി. സ്തോത്രം. എന്നാൽ വചനം പറയുകയാ, അങ്ങനെ അകപ്പെട്ട ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഇവരെ അവിടെ എന്നും അങ്ങനെ ആക്കത്തില്ല, അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇവരെ പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമല്ല, ഞാൻ ഇവരെ യാത്രയാക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പോലെ ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ പറയാൻ പരിശുദ്ധാത്മാവിൽ പ്രേരിതനാകുക. പലതും അവസാനിച്ചെന്ന് കരുതുന്നിടത്ത്, പലതും ഇനി ഒരു സ്റ്റെപ്പ് ഇല്ലെന്ന് കരുതുന്നിടത്ത്, പലതും ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ നിന്നെ അയക്കും, ഞാൻ നിന്നെ ഉപയോഗിക്കും. ഈ പശ്ചാത്തലം നമുക്ക് സുപരിതമാണ്. എവിടെ ഇത് നടക്കണമെന്ന് അറിയാം? അസ്ഥിത്താഴ്വരയില്ല. സ്തോത്രം. അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ വേഗത്തിൽ വായിച്ചാട്ടെ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. നോക്കണമേ, ഈ സൈന്യമാക്കി മാറ്റിയ, ജീവൻ പ്രാപിച്ച അവരുടെ അവസ്ഥ എന്താ? അവരസ്ഥികളായിരുന്നു അല്ലേ? അസ്ഥി. യഹോവയുടെ ആത്മാവ് പ്രവാചകനെ താഴ്വരയിലേക്ക് അയച്ചു. ചെന്നത് എവിടാ? അസ്ഥികളുടെ. ഇപ്പം ഈ മരിക്കുന്നിടത്ത് ഒത്തിരി ദിവസന്മാർ പോകാറുണ്ട് അല്ലേ? കാരണം കുളിപ്പിച്ച് കാസ്കറ്റിനകത്ത് ശവപ്പെട്ടിക്കകത്ത് കിടത്തി നല്ല പൂവൊക്കെ വെച്ച് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല ലൈവൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് അവിടെ വന്ന് എന്തു പറയും? അനുശോചനം പറയും. അതൊരിപ്പോൾ പരിപാടിയാണ്. ഈവൻ ആശംസയും പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടികൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്നാൽ അസ്ഥിയുടെ അടുത്തോട്ട് ആരെങ്കിലും പോവും? ഏതെങ്കിലും പാസ്റ്റർ പോവും? അസ്ഥിയുടെ താഴ്വര എവിടെ? ദൈവം വിടുന്നത് എവിടാ? എൻ്റെ പൊന്നെ, മനുഷ്യരുടെ അടുത്ത് പോകാൻ പ്രശ്നമാണ്. ഇനിയിപ്പോൾ അസ്ഥിയുടെ അടുത്ത് പോകണം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ദൂത് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ദൈവം നമ്മെ ചിലപ്പോൾ ആക്കുന്ന അങ്ങനെയുള്ളിടത്താണ്. ഒന്ന് സ്വാതന്ത്ര്യം ചെയ്യാമോ? അത് ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നെ വിടുന്നത്. നീ പരിതപിക്കണ്ട, ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് വിട്ടിട്ട് പറയുക, നീ അസ്ഥിയുടെ താഴ്വരയിൽ ചെല്ല്. അടുത്ത പറയാ, അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു. 1-2 അല്ല, ഇഷ്ടം പോലെ കിടക്കുക. നാളെ ഇത് സൈന്യമാകാനുള്ള. ഒന്ന് സ്വാതന്ത്ര്യം ചെയ്യാമോ? ഇന്ന് പകലിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അവ ശത്രു കൊണ്ടിടുന്ന നിർജീവ അവസ്ഥകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർപ്പിക്കുക. അതിനെ ദൈവം സൈന്യമാക്കാൻ പോകുക. എന്നിട്ട് അവനോട് പറയുക, അതിനെ ചുറ്റി ചുറ്റി. ചെറിയ കാര്യമൊന്നുമല്ല. കണ്ടാൽ മാത്രം പോരാ. ഇനിയിപ്പോൾ എന്തോ ചെയ്യണം? മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും പ്രെയർ വാക്കും എല്ലാം എവിടാ? അസ്ഥി. ഒന്ന് സ്തോത്രം ചെയ്യാമോ? അതൊന്നും വെറുതെ അല്ല.
ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇതിന്റെ അകത്തുനിന്നൊരു സൈന്യം എഴുന്നേൽക്കും. പലരും ഇവിടെ ഒരു ആരാധന നടക്കത്തില്ലെന്നും, ഇവിടെ ഒരു വിടുതൽ വ്യാപരിക്കത്തില്ലെന്നും, ഇവിടെ ഒരു മറുപടി കാണത്തില്ലെന്നും, ഇത് തീർന്നെന്നും വാദിച്ചയിടത്ത് നിന്ന് ദൈവ ശവക്കുഴിയെ തുറന്നെങ്കിൽ, ദൈവം ഇതിന്റെ അകത്തുനിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുക, ഇതിനെ ഒരു വലിയ സൈന്യമാക്കും. ഹല്ലേലൂയ. ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ആമേൻ, സ്തോത്രം. അതിന്റെ മൂന്നാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം. ഈ ആദ്യം എങ്ങോട്ട് പോകാൻ പറഞ്ഞു? അസ്ഥിയുടെ. പിന്നെന്താ പറഞ്ഞു? ചുറ്റി ചുറ്റി. പിന്നെ അടുത്തൊരു ചോദ്യം എന്തുവാ? ഇത് അല്ല, മനുഷ്യൻ വല്ലതും നിന്നാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരം പറയാം. നമ്മളെ ആ ഭാഗത്തൊന്ന് സപ്പോസ് ചെയ്ത് നോക്കിയേ. അസ്ഥിയുടെ താഴ്വരയിലോട്ട് ഇട്ടിട്ട് ദൈവം ചോദിക്കുക, ഇത് എന്തൊരു ചോദ്യമാണ്. പലപ്പോഴും അകത്ത് വരാറില്ലേ, ഇതിൽ വല്ല പ്രവൃത്തി നടക്കുമോ? ഹലോ, ഈ വിഷയത്തിലൊരു മാറ്റം ഉണ്ടാകുമോ? ഒന്ന് സ്വോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. പ്രവാചകനോട് ചോദിക്കുക, ഈ അസ്ഥികൾ. അവൻ പറഞ്ഞ മറുപടിയാ, കർത്താവേ നീ അറിയുന്നു. ഇന്ന് പകൽ എത്ര വിശ്വസിക്കുന്നു, നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടിയുള്ള ദൈവിക പ്ലാനുകൾ കർത്താവേ നീ അറിയുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അറിയുന്നില്ല. പ്രവാചകന യെഹെസ്കേൽ ആ താഴ്വരയിലേക്ക് പോകുമ്പോൾ അറിയുന്നില്ല, ഇതിന്റെ അകത്തുനിന്ന് ഒരു സൈന്യം എഴുന്നേൽക്കും, ഇതിന്റെ അകത്തുനിന്ന് ജീവനുള്ളവർ എഴുന്നേൽക്കും, ഇതിന്റെ അകത്തുനിന്ന് അവൻ എഴുന്നേറ്റ ജനം യാത്ര ചെയ്യും. അവർ ചിന്തിച്ചോ? യെഹെസ്കേൽ ചിന്തിച്ചോ? ഇല്ല. പക്ഷെ ദൈവം ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ടേക്കുക. ശവക്കുഴി തുറന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് ഞാൻ യാത്ര കൊടുക്കും. സ്തോത്രം. ആ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ സമയത്തെ ദീർഘമാക്കുന്നില്ല. ആമേൻ, സ്തോത്രം. ആമേൻ. അതിന്റെ 5-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അവരോട് ഇത്ര കാര്യം പറഞ്ഞുള്ളൂ. നീ അവയോട് പ്രവചിക്കണം, നീ അവയോട് സംസാരിക്കണം, ഞാൻ അവരിൽ ശ്വാസം വരുത്തും. അടുത്ത വാക്യോടെ, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ്. മതി, അവിടെ നിർത്തണമേ. പ്രവാചകൻ അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട എന്താ? അസ്ഥി. അസ്ഥിയുടെ താഴ്വര ഒത്തിരി ഉണ്ട്, എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടപ്പോഴത്തേക്ക് ദൈവം പറയുകയാ, ഞാൻ നിങ്ങളുടെ മേൽ എന്ത് വെക്കും? ഞരമ്പ് വെക്കും. അസ്ഥിയായിട്ട് പുറത്ത് കൊണ്ടുവരുമെന്നല്ല ദൈവം പറഞ്ഞത്. ഈ ഞരമ്പിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിൽ ഞരമ്പില്ലാത്ത സ്ഥലമില്ല അല്ലേ? കണ്ണിൻ്റെ പോളയിൽ വരെ ഞരമ്പുണ്ട്, കൃഷ്ണമണിയിലുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഞരമ്പുകളെല്ലാം കൂടെ അങ്ങ് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഡൽഹി കഴിഞ്ഞ് പോവും. ഇവിടുന്ന് ഡൽഹി വരെ 3000 കിലോമീറ്ററാണ്. ഇതെല്ലാം കൂടെ എവിടെ സെറ്റ് ചെയ്തേക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ. ആ ഒരു സയൻറ്റിഫിക്കലി പറയുന്നൊരു കാര്യം കേട്ടോ, അത്രയും ഞരമ്പുകൾ എവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ശരീരത്തിൽ. ദൈവം ഒരു സൈന്യമാക്കാൻ തീരുമാനിച്ചപ്പോൾ അസ്ഥിയുടെ മേൽ എന്ത് വെച്ചു? ഞരമ്പ് വെച്ചു. അതിൻ്റെ മേൽ മാംസം പിടിപ്പിച്ചു. അതിൻ്റെ മേൽ. എന്നാൽ പിന്നെ ദൈവം വിചാരിച്ചില്ല ഞരമ്പ് മാത്രം മതി, നീ എഴുന്നേറ്റ് പോ പറഞ്ഞോ? അല്ല, മാംസം മാത്രം മതി, അങ്ങനെ ചിന്തിച്ചോ? വേണ്ടുന്നതെല്ലാം കൊടുത്തു, ത്വക്കുകൊണ്ട് അതിനെ പൊതിഞ്ഞു, ഒരു സൈന്യമാക്കി എഴുന്നേറ്റ് വന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലൊരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അവൻ ഞാനും നിങ്ങളും അവൻ ചിന്തിക്കും, അവൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതിന്റെ അകത്തുനിന്നൊരു മറുപടി അങ്ങനെ ദൈവം പറയുക, നിന്നെ അവൻ പകരേണ്ടത് പകർന്ന്, പൊതിയേണ്ടത് പൊതിഞ്ഞ്, കവർ ചെയ്യേണ്ടത് കവർ ചെയ്ത് സുന്ദരനാക്കി മാറ്റും. അല്ലേ? ഈ ശവക്കുഴിക്ക് കിടക്കുന്ന എല്ലാം നാറ്റമല്ലേ? അതിന് വല്ല വ്യത്യാസം വരുമോ? പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് ആമൻ പടിപടിയായി ചെയ്തു. ദൈവം അവരുടെ ജീവിതത്തിൽ പടിപടിയായി. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ആമൻ, സ്തോത്ര. സങ്കീർത്തനക്കാരൻ പറയാം, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ? വചനത്തിൽ നാം വായിക്കുന്നു, മരിച്ചവരെഴുന്നേറ്റ് ഒരു സൈന്യമായി ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചതുപോലെ ഇന്ന് പകൽ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ആത്മശക്തിയുടെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ
ദൈവം നമ്മെ ഒരു സൈന്യമാക്കി തീർക്കുക. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.